ഹായ്, നമസ്കാരം. നമ്മുടെ കാറ്റിന്റെ മോക്ക് എക്സാം നമ്മൾ ആൾറെഡി ഇന്ന് എന്ത് ചെയ്തു? കുറെ പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിനെക്കുറിച്ച് ഒരു വിവരണം തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മോക്ക് എക്സാം അറ്റൻഡ് ചെയ്തത് വെറും 25 ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അരമണിക്കൂർ വെച്ചിട്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് വിചാരിക്കരുത്? ഇതാണ് എന്തെന്ന് വിചാരിക്കരുത്. ദാറ്റ് ഈസ് നമ്മുടെ മോക്ക് എക്സാം അല്ല, ഇതുപോലെയാണ് എക്സാം നടക്കുക എന്ന് വിചാരിക്കും. ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ ആപ്ലിക്കേഷൻ പരിചയപ്പെടുക. അതിന്റെ പ്രോസസ്സ് കറക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മുടെ എക്സാം കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ മോക്ക് എക്സാം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൽ കുറെ പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും, ലാപ്ടോപ്പിൽ എഴുതിയ ആളുകളുണ്ടാവും, അതുപോലെ മൊബൈൽ ഫോണിലും എഴുതിയ ആളുകളുണ്ടാവും. മൊബൈൽ ഫോണിൽ എഴുതിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത്, ഓക്കെ, മൊബൈൽ ഫോണിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ആൾറെഡി എന്ത് ചെയ്യണം, നമ്മുടെ ഫോട്ടോ എന്ത് ചെയ്യണം, ഒരു സോഫ്റ്റ് കോപ്പി നമ്മുടെ അടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആധാർ കാർഡിന്റെയോ ഐഡന്റി കാർഡിന്റെയോ കോപ്പി നമ്മൾ സോഫ്റ്റ് കോപ്പി ഏത് ഡിവൈസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട്. ഓക്കെ, മോസ്റ്റ്ലി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലാപ്ടോപ്പ് തന്നെയാണ് എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചാൽ മൊബൈൽ ഫോൺ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഓക്കെ, കംഫർട്ടബിൾ അല്ല. അത് ഡെസ്ക്ടോപ്പ് വേർഷനിലേക്ക് മാറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഹൊറിസോണ്ടൽ ലെവലിലേക്ക് വെക്കണം. എന്നിട്ട് അത് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട് മക്കൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക, മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാതിരിക്കുക. ഏറ്റവും നല്ല ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പ് അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പാസ് കീയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ സെപ്പറേറ്റ് എഴുതി വെക്കുക. അതുപോലെ തന്നെ അതിന്റെ ലിങ്ക് നമ്മൾ എന്താ പറയാ, ഓക്കെ, ആൾറെഡി ലാപ്ടോപ്പിലുള്ള മെയിലിലേക്കോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് കണക്ട് ചെയ്തിട്ട് അതിലേക്കൊക്കെ മാറ്റി വെച്ചിട്ട് ആ ലിങ്ക് ത്രൂ എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇതൊക്കെ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ കാര്യം വേറെയാണ്. അപ്പൊ നമ്മൾ ആൾറെഡി എക്സാം നമ്മൾ ചെയ്തത് വെറും 25 ക്വസ്റ്റ്യൻ ആയിരുന്നു. 25 ക്വസ്റ്റ്യൻ എത്ര മാർക്കിന്? അല്ല, 25 ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. അത് 30 മിനിറ്റ് വെച്ചിട്ടാണ് ചെയ്തത് എന്നുള്ളത് പറഞ്ഞു. അതല്ല യഥാർത്ഥത്തിലുള്ള എക്സാം. നമുക്കറിയാം എക്സാമിന്റെ പാറ്റേൺ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. നമുക്ക് 2 പേപ്പറാണ് എക്സാമിന് ഉണ്ടാവുക മെയിൻ ആയിട്ട് അല്ലെ? 2 പേപ്പറാണ്. പേപ്പർ 1ഉം പേപ്പർ 2ഉം അല്ലെ? പേപ്പർ 1 എത്ര മാർക്കിനാണ്? 100 മാർക്കിനാണ്. ഓക്കെ, അതിൽ 2 സെക്ഷൻസ് ആണുള്ളത്. പേപ്പർ 1ൽ 2 സെക്ഷൻസ് ഉണ്ട് പറഞ്ഞു. ഏതൊക്കെയാണ് 2 സെക്ഷൻസ്? ഒന്ന് ഇതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 1 60 മാർക്കിനും, അതുപോലെ തന്നെ ലോ 40 മാർക്കിനും. ഓക്കെ, അപ്പൊ 60ഉം 40ഉം 100 മാർക്ക്. ഇതിൽ എത്ര മാർക്ക് വാങ്ങണം? മിനിമം 40. ഓക്കെ, പിന്നെ 2 പാർട്ടിലും കൂടി എന്ത് ചെയ്യണം? എഗ്രിഗേറ്റ് 100 മാർക്കുമാണ് നമ്മൾ വാങ്ങേണ്ടത്. അപ്പൊ അതിനുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ നമ്മൾ പരിചയപ്പെടാം. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും? ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 1 നിന്ന് 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ? ഓക്കെ, 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളൊക്കെ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനത് മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, ഇതൊക്കെ പേഴ്സണലി ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഏകദേശം 10ഓളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഓൺലൈനിലും ഓഫ്ലൈനുമായിട്ട്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാൻ പറ്റും തീർച്ചയായിട്ടും. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എക്സാം എഴുതാം. ഓക്കെ, അതിന്റെ എന്താ പറയാ, ഓൺലൈൻ എക്സാമിന്റെ ലിങ്കുകളും ഓക്കെ, ജസ്റ്റ് ഒരു 2, 3 ഞാൻ എന്ത് ചെയ്യാം? ഇതിൽ കൊടുക്കുകയും ചെയ്യാം ട്ടോ. ഓക്കെ. ദെൻ ഇതൊക്കെയാണ് അതിന്റെ എക്സാമുകളുടെ ക്വസ്റ്റ്യനുകൾ ഒരു മോഡൽ. ഈ ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നൂന്നേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 1ൽ 60 ക്വസ്റ്റ്യനും ഓക്കെ, ഇങ്ങനെ ഇതുപോലെ 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ 61 മുതൽ അങ്ങോട്ട് എന്തായിരിക്കും? ഓക്കെ, നമ്മുടെ അപ്ലൈഡ് അപ്ലൈഡ് ബിസിനസ് ലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലോ 40 മാർക്കിനാണ് ഉണ്ടാവുക. ഓക്കെ, ഇത് തന്നെയാണ് ഫോർമാറ്റ് ട്ടോ. ഓക്കെ, അപ്പൊ ഈ ഫോർമാറ്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഓക്കെ, ഇങ്ങനെ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ മാക്സിമം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് പേപ്പർ 2 ആണ് അല്ലേ? പേപ്പർ 2 ഇതുപോലെ തന്നെ എന്ത് മാർക്കിനാണ്? 100 മാർക്കിനാണ് എക്സാം വരുന്നത്. പേപ്പർ 2 100 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, 2 മണിക്കൂറാണ് അതിന്റെ സമയം. ഓക്കെ, പേപ്പർ 2ന്റെ എക്സാമിന്റെ ടൈം 2 മണി മുതൽ 4 മണി വരെയാണ്. പേപ്പർ 1ന്റെ നമ്മൾ പറഞ്ഞു 10 മണി മുതൽ 12 മണി വരെയാണ്. അപ്പൊ നിങ്ങൾ എക്സാം എഴുതുന്ന മക്കള് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എക്സാം ചിലപ്പോൾ ഞാൻ ഈ 1 മണിക്കൂർ കൊണ്ടൊക്കെ ചിലപ്പോൾ എഴുതി കഴിയാം. ഓക്കെ, അങ്ങനത്തെ കുട്ടികളുണ്ടാവും. ഉണ്ടെങ്കിൽ തന്നെ അവരെന്ത് ചെയ്യുക? എല്ലതും കറക്റ്റ് വാല്യൂ ചെയ്യുക. ഓക്കെ, ആൻസർ കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. ഈ ആൻസറുകൾ വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഡോട്ടിൽ നമുക്ക് കാണാം ഏതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാത്തത്, അല്ലെങ്കിൽ ആൻസർ ചെയ്യാനുള്ളത് എന്നൊക്കെ നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും. ഇനി അത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആൻസർ എഡിറ്റ് ചെയ്യണമെങ്കിലൊക്കെ അതിലൊക്കെ സൗകര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഒരിക്കലും എന്ത് ചെയ്യരുത്? ധൃതി പിടിച്ചിട്ട് സബ്മിറ്റ് ചെയ്ത് പോവാതിരിക്കുക. മാക്സിമം സമയവും നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യന്റെ ആൻസറുകൾ പെർഫെക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓക്കെ, എക്സാം കംപ്ലീറ്റ് ചെയ്യുക. പബ്ലിക് എക്സാമിന്റെ കേസാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഇതിന്റെ അല്ല. കാറ്റിന്റെ പബ്ലിക് എക്സാമിന്റെ കേസാണ്, അല്ലാതെ മറ്റുള്ള കേസ് അല്ല പറയുന്നത്. മോഡൽ എക്സാമിന്റെ കേസ് അല്ല പറയുന്നത്. ഓക്കെ, ഇതിൽ ഈ പേപ്പർ 2ൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 2 ഉണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 2, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് 50-50ലാണ് ഇത് കിടക്കുന്നത്. 50 മാർക്ക് ഏതിൽ നിന്നും? സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് എന്നും, 50 മാർക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 2 എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 50 ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടാവും. ഓക്കെ, ദിസ് ഷുഡ് ബി എ സിമ്പിൾ മോഡൽ. ഓക്കെ,
ദെൻ ഇത് ഓൺലൈനാണ്, അല്ല ഇത് ഓഫ്‌ലൈൻ എക്സാമുകൾ നടത്തിയതിന്റെ പേപ്പറുകളാണ് ട്ടോ. ഓക്കെ. അപ്പോ ഈ പേപ്പറുകളും കൂടി ഞാൻ ഇതിന്റെ കൂടെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. ഓക്കെ. ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ. എനിവേയ്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ഈ വീഡിയോ. താങ്ക് യു.